നിങ്ങളുടെ ബൈക്കിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഇതുകൊണ്ട് കൊടിഞ്ഞു തൂങ്ങി കിടപ്പുണ്ടോ? ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാൻ നോക്കിയാലോ? ഞാൻ ഉപയോഗിക്കുന്നത് ക്ലാസിക് 350 ആണ്. ഇതിൻ്റെ ബാക്കിലത്തെ ഇൻഡിക്കേറ്ററാണ് പൊട്ടിയത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് ഇരിക്കേണ്ട പോർഷൻ അഴിച്ചെടുക്കണം. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 10ൻ്റെ സ്പാനറാണ്. 10ൻ്റെ മുകളിലത്തെ 2 ബോൾട്ട് ഊരി കഴിഞ്ഞപ്പോൾ ഇതിന് അടിയിൽ ഒരു ബോൾട്ടും ഉണ്ട്. ആ ബോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റണം. അതിനെ ഞാൻ നമ്പർ പ്ലേറ്റിൻ്റെ ബോക്സ് അഴിച്ചു. എന്നിട്ട് അടിയിലുള്ള 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിയിലത്തെ നട്ട് കാണാൻ പറ്റും. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. ബുള്ളറ്റിൻ്റെ ഇൻഡിക്കേറ്റർ നിർത്തിയേക്കുന്നത് ഇതുകൊണ്ടകത്തൊരു ബോൾട്ടിലാണ്. അത് ഞാൻ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ ബൈക്കിനും ഓരോ രീതിയിലായിരിക്കും നിർത്തിയേക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് അഴിച്ചെടുത്താൽ മതി. അങ്ങനെ ഇൻഡിക്കേറ്റർ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ ഞാൻ വിട്ടിട്ടില്ല. ഇവിടെ തന്നെ വെച്ച് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഈ ഇൻഡിക്കേറ്റർ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഫ്ലെക്സ്ക്യുക്ക് എന്ന് പറഞ്ഞൊരു പശയാണ്. ഈ ഒരു പശ നമ്മുടെ സാധാരണ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഏകദേശം ഇതിൻ്റെ വില 60 രൂപയാണ്. ബുള്ളറ്റിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് വരുന്ന മെറ്റീരിയൽ ഒരു റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പശ നല്ലതായിട്ട് കയറി ഒട്ടും. ഈ പശ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒടിഞ്ഞു പോയ ഭാഗത്തും അതായത് ഒട്ടിക്കാൻ പോകുന്ന ഭാഗത്തും 2 സൈഡിൽ നമ്മൾ നല്ലതായിട്ട് പശ തേച്ചിരിക്കണം. എന്നിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. കറക്റ്റ് അലോയ്മെൻറ്റ് ഒട്ടിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തടിപ്പൊടി ഇട്ട് കൊടുക്കാം. തടിയുടെ പൊടി യൂസ് ചെയ്യുമ്പോൾ എത്രയും തരിപ്പൊടി ഉപയോഗിക്കുന്ന അത്രയും നല്ലത്. അത്രയും നമുക്ക് സ്മൂത്തായിട്ട് നല്ല ഫിനിഷിങ്ങിലും കിട്ടും. ഈ തടിയുടെ പൊടിക്ക് പകരം നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് അത്രയും ഈട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഈ തടിയുടെ പൊടിയാകുമ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് നിൽക്കുന്നതായിരിക്കും. ഞാൻ ഈ ഒട്ടിച്ചെടുത്ത ഭാഗം എനിക്ക് പുറത്ത് കാണുന്ന രീതിയിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനവിടെ പെയിൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് ഇത് പുറത്ത് കാണുന്ന രീതിയിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഏത് പെയിൻറ്റാണെന്ന് വെച്ചാൽ അത് അടിച്ചെടുത്താലും മതി. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കെല്ലാം സ്ട്രോങ് ആയിട്ട് ഇത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇനി പെട്ടെന്ന് ഇത് ഒടിഞ്ഞ് പോകത്തുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ശരിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇൻഫോർമേറ്റീവുള്ള വീഡിയോസ് കാണാനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.